നമ്മൾ ഇനി കാസർഗോഡേക്കാണ്. അവിടെ നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമം കഴിഞ്ഞ ദിവസം മുതൽ വാർത്തയായിരുന്നു. പ്രതിഷേധങ്ങൾ ശക്തമായിരുന്നു. ഇപ്പോൾ കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാർച്ച് നടത്തുകയാണ് തത്സമയം. കൂടുതൽ വിവരങ്ങളുമായി ഫൈസൽ ചേരുകയാണ് കാസർഗോഡ് നിന്ന്. ഫൈസൽ, ഇന്നലെ യുവജന മാർച്ചുകളിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയുണ്ടായിരുന്നു. ഇന്നും പ്രതിഷേധം തുടരുകയാണല്ലേ? അങ്ങനെ തന്നെയാണ്. ഇന്നും യുവജന സംഘടനകളുടെ പ്രതിഷേധം തുടരുകയാണ്. ഇന്ന് ആദ്യത്തെ മാർച്ചാണ് ഇപ്പോൾ ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ പോലീസും ഡിവൈഎഫ്ഐ പ്രവർത്തകരും തമ്മിൽ ഒന്നും തള്ളുമുണ്ടായി. കാരണം ബാരിക്കേഡ് ഉറപ്പിക്കാൻ പറ്റിയ വടം അഴിച്ചു മാറ്റാനുള്ള ശ്രമമാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ നടത്തിയത്. ഇതിന് തടയുകയായിരുന്നു പോലീസ്. തുടർന്ന് ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായിരിക്കുന്നു. മുദ്രാവാക്യം വിളികളുമായി ഇപ്പോഴും ഈ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബാരിക്കേഡിന് പുറത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. കുറച്ച് പ്രവർത്തകർ ഇപ്പോൾ ബാരിക്കേഡിന് മറുവശത്തേക്ക് എത്തിയിട്ടുണ്ട്. കനത്ത പോലീസ് സന്നാഹമാണ് ഇവിടെ ഈ കാഞ്ഞങ്ങാട് നിലയുറപ്പിച്ചിരിക്കുന്നത്. 3 ഡിവൈഎസ്പിമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. സമഗ്രമായ അന്വേഷണം, ഈ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു മാർച്ച് ഡിവൈഎഫ്ഐ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഒരു ഭാഗത്തെ വടം കെട്ടിയത് ഇവർ അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ആ ഭാഗത്ത് പൊളിച്ചുകൊണ്ട് ബാരിക്കേഡ് മറിച്ചിട്ട് അകത്തേക്ക് കടക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ജലപീരങ്കി അടക്കം ഇവിടേക്ക് എത്തിച്ചിട്ടുണ്ട് പോലീസ്. ജലപീരങ്കി പ്രയോഗിക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുകയാണ്. കനത്ത പോലീസ് സന്നാഹമാണ് ഇവിടെ ഈ രാവിലെ മുതൽ തന്നെ ഈ ഡിവൈഎസ്പി ഓഫീസിന് മുന്നിൽ ഏർപ്പെടുത്തിയിരിക്കുന്നത്. സമഗ്രമായ അന്വേഷണം, ഈ വിദ്യാർത്ഥിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇത്തരത്തിൽ ഇപ്പോൾ ഈ ഡിവൈഎഫ്ഐ മാർച്ച് നടത്തുന്നത്. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞപ്പോഴും ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമങ്ങളാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഒരു ഭാഗത്തെ ബാരിക്കേഡ് ഏകദേശം ഈ ബാരിക്കേഡ് കെട്ടിയത് അഴിച്ചു മാറ്റിയിട്ടുണ്ട്. ആ വഴി അകത്ത് കടക്കാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ഡിവൈഎസ്പിക്കെതിരെയുള്ള മുദ്രാവാക്യം വിളികൾ, ഒപ്പം തന്നെ സമഗ്രമായ അന്വേഷണം വേണമെന്നുള്ള ആവശ്യം. ഇന്നലെ തങ്ങളുടെ പ്രവർത്തകരെ വളരെ ക്രൂരമായാണ് ഡിവൈഎസ്പിയും സംഘവും മർദ്ദിച്ചത് എന്നുള്ള ഒരു ആരോപണമാണ് ഇവർ പ്രധാനമായും ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ തങ്ങൾ ഈ സമഗ്രമായ അന്വേഷണം നടത്തി കൃത്യമായ നടപടി ഉണ്ടാകുന്നത് വരെ തങ്ങളുടെ ഈ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐ വ്യക്തമാക്കുന്നത്. ഇപ്പോഴും ഈ പോലീസും ഈ പ്രവർത്തകരും തമ്മിൽ സംഘർഷം തുടരുകയാണ്. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. ഇപ്പോഴും ബാരിക്കേഡ് മറിച്ചിട്ട് ഇതിന് പോലീസ് സ്റ്റേഷൻ, അതായത് ഡിവൈഎസ്പി ഓഫീസിനകത്തേക്ക് കയറാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. പോലീസിന് ഈ ഓഫീസിന് ഒരു 200 മീറ്റർ അകലെ വെച്ചാണ് ഇപ്പോൾ ഈ ബാരിക്കേഡ് തടഞ്ഞ്, റോഡ് അടച്ചുകൊണ്ട് ബാരിക്കേഡ് തടഞ്ഞ് ഈ പ്രവർത്തകരെ തടഞ്ഞിരിക്കുന്നത്. ഇപ്പോഴും ഈ പ്രവർത്തകർ പോലീസും തമ്മിൽ വാഗ്വാദങ്ങൾ, ഒപ്പം തന്നെ മുദ്രാവാക്യം വിളികളുമായി ഇവിടെ തുടരുകയാണ്. ഫൈസൽ, ഇന്ന് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങൾക്ക് സാധ്യതയുണ്ടോ? ഇന്നലെ SFIയും ABVPയും യൂത്ത് കോൺഗ്രസും KSUവും എല്ലാം പ്രതിഷേധം നടത്തിയതാണ്. തീർച്ചയായും ഇനി 11:30 ശേഷം ഇന്ന് യൂത്ത് കോൺഗ്രസ് ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകരെ തല്ലിച്ചതയ്ക്കുന്ന ഒരു അവസ്ഥയുണ്ടായി എന്ന് അവർ ആരോപിച്ചുകൊണ്ടാണ്, യാതൊരു പ്രകോപനവുമില്ല, തങ്ങളെ പ്രവർത്തകരെ തല്ലിച്ചതച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് പറഞ്ഞിട്ടുണ്ട്. ഇന്ന് NCPയുടെ മാർച്ച് ഈ മൻസൂർ ആശുപത്രിയിലേക്കുണ്ട്. അങ്ങനെ വിവിധ സംഘടനകളുടെ മാർച്ച് ഇനിയും നടക്കാനിരിക്കുന്നു. ഇന്നും ഇന്നലത്തെ പോലെ തന്നെ കൂടുതൽ പ്രതിഷേധങ്ങൾ, ഒപ്പം തന്നെ കൂടുതൽ സംഘർഷ അവസ്ഥയിലേക്ക് തന്നെയാണ് കാഞ്ഞങ്ങാട് നഗരസഭാ പരിസരം നീങ്ങുന്നത്. ഇന്നലെ മൻസൂർ ആശുപത്രിക്ക് മുന്നിലായിരുന്നു കൂടുതൽ സമരമെങ്കിൽ ഇന്ന് കാഞ്ഞങ്ങാട് ഡിവൈഎസ്പി ഓഫീസിന് മുന്നിലാണ് കൂടുതൽ സമരങ്ങൾ നടക്കുക. ഫൈസൽ, ഈ കുട്ടിയുടെ ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് വാർഡിനെതിരെ വലിയ ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇന്നിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ വാർഡിനെതിരെ കേസെടുത്തു എന്നുള്ളതാണ്.
അമ്മയുടെ പരാതിയിൽ ഇന്ന് വാർഡിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്നലെ രാത്രി പോലീസ് മംഗലാപുരത്ത് കുട്ടി ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിലെത്തി അമ്മയുടെ മൊഴി രേഖപ്പെടുത്തുകയായിരുന്നു. അതിൽ അമ്മ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ മകൾ ചൈതന്യ തന്നെ വിളിച്ചിരുന്നു. ആ വിളിച്ചപ്പോൾ പറഞ്ഞ കാര്യം വാർഡൻ തന്നെ തടഞ്ഞു നിർത്തി തന്നെ ശകാരിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ആ തടഞ്ഞു നിർത്തി ഇത്തരത്തിൽ ശകാരിച്ചു എന്നുള്ള പേരിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. മാത്രമല്ല വനിതാ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി വനിതാ കമ്മീഷൻ ഈ പെൺകുട്ടി താമസിക്കുന്ന ഹോസ്റ്റലിലെത്തി സഹപാഠികളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഈ സഹപാഠികളും ഇത്തരത്തിൽ ഈ വാർഡിനെതിരെ മൊഴി നൽകിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അതായത് ഈ പെൺകുട്ടി ആത്മഹത്യക്ക് ശ്രമിക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഇത്തരത്തിൽ വാർഡന്റെ ഒരു മാനസിക പീഡനം മൂലമാണ്. അതിൽ സമഗ്രമായ അന്വേഷണം വേണമെന്നാണ് പെൺകുട്ടികൾ ഈ വനിതാ കമ്മീഷനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വനിതാ കമ്മീഷൻ ഒരു സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. മാത്രമല്ല കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവിയോട് ഇത് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. അതിനുശേഷം മറ്റ് നടപടികളിലേക്ക് ഈ റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷം മറ്റ് കേസെടുക്കുന്ന അടക്കമുള്ള മറ്റ് നടപടികളിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. അതേസമയം ഈ ചൈതന്യയുടെ സ്ഥിതി ഇപ്പോഴും ആശാവഹമാണെന്ന് പറയാൻ കഴിയില്ല. ഇന്നലത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി പുരോഗതി ഉണ്ട് എന്ന് പറയാം. ഇന്ന് അല്പസമയത്തിനകം തന്നെ ഈ ചൈതന്യയുടെ സഹപാഠികൾ ഈ പെൺകുട്ടിയെ സന്ദർശിക്കുന്നുണ്ട്. കാരണം ഇന്നലെ വിപുലമായ രീതിയിൽ ഒരു ചർച്ച സംഘടിപ്പിച്ചിരുന്നു. ആശുപത്രി മാനേജ്മെന്റ് ഒപ്പം തന്നെ കുട്ടികളൊക്കെ തന്നെ. ഫൈസൽ, നഴ്സിംഗ് വിദ്യാർത്ഥിനിയുടെ ആത്മഹത്യാ ശ്രമത്തിൽ വളരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. കൂടുതൽ മാർച്ചും പ്രതിഷേധ പരിപാടികളും ഇന്ന് സംഘടിപ്പിച്ചിട്ടുണ്ട് യുവജന സംഘടനകൾ. ഇപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധമാണ് കണ്ടത്.